ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഗുരുവായൂർ അമ്പലനടയിൽ നമ്മുടെ പുതിയ പടം വിപിൻ ദാസിന്റെ ഡയറക്ഷനിൽ പൃഥ്വിരാജും ബേസിലും മനോഹരരാജനും ഒരുമിച്ച് അഭിനയിച്ച് തകർത്ത് തരിപ്പണമാക്കിയ ഒരു കിടിലം പടത്തിന്റെ റിവ്യൂമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ റിവ്യൂ ഇത് എൻ്റെ ഒപ്പീനിയനാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. പടത്തിന്റെ മോശം പറയാനൊന്നുമില്ല. കേൾക്കണോ? ബാ, ലെറ്റ്സ് സ്റ്റാർട്ട്. പടം കിടിലം, ഗംഭീരം, മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. ഒരു കല്യാണം ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബേസിലിന്റെയും അനുശ്വര രാജന്റെ കല്യാണമാണ് പറയുന്നത്. ആ കല്യാണത്തിന് ഉണ്ടാവുന്ന പ്രശ്നം, അതിന്റെ പറ്റിയുള്ള ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൊത്തം പറയണത്. പക്ഷെ ആ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കിടില സാധനമാണ്. വിപിൻ ദാസിന്റെ ഒരു മാസ് ഐറ്റമാണ് ഇത്. പൃഥ്വിരാജ് തന്നെ, പൃഥ്വിരാജ് ചുമ്മാ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി കിടിലമായിട്ട് ഒരു മിന്നൽ മുരളിയും ലൂസിഫറും പോലെ. നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. ഇതൊരു സ്പോയിലർ ഒന്നല്ല, അത് ചുമ്മാ പറയുന്ന ഒരു ഡയലോഗാണ്, സ്പോയിലർ ഒന്നല്ല. പക്ഷെ ഇതൊരു കിടിലം ഐറ്റം തന്നെയാണ്. ഇത് എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണം. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. സൗണ്ടൊക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. അതിന്റെ പിച്ച് കുറച്ച് കൂടുതലാണ്. നല്ല സൗണ്ട് ഉണ്ട്, പക്ഷെ അത് നല്ല രസമായിട്ടാണ് ആ സൗണ്ട് നമുക്ക് കേൾക്കുന്നത്. എനിക്ക് BGM വെച്ചിട്ട് ഇതിന്റെ എഡിറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ചില വാട്സാപ്പ് മെസ്സേജ് വരുമ്പോഴുള്ള അതൊരു പോപ്പപ്പ് ഉണ്ട്, അത് സ്ക്രീനിൽ വരുന്ന കാണിക്കുന്നതൊക്കെ നല്ല രസമുണ്ട്. ഗുരുവായൂർ അമ്പലനട മ്യൂസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ K4 കല്യാണം എനിക്ക് അങ്ങോട്ട് ഒത്തില്ല. ആ പാട്ട് എനിക്ക് അത്ര വർക്കായിട്ടില്ല. പടത്തിന്റെ മൊത്തം റേഞ്ച് നോക്കുമ്പോൾ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ടർ കാണിച്ചൊരു പരിപാടിയായിട്ടാണ് K4 കല്യാണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ അവിടെ ഒരു ചെറിയ പൊടിക്ക് താഴെ പോകും. ആ പാട്ട് അത്ര സൂചിച്ചിട്ടില്ല. എനിക്ക് ആ പാട്ട് കേട്ടിട്ട് എവിടേക്കോ പണ്ട് കേട്ട കുറെ പടത്തിന്റെ ഒക്കെ പാട്ടിന്റെ കുറെ റെഫറൻസുകളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു പാട്ടായിട്ടാണ് തോന്നുന്നത്. ഡയറക്ഷനൊക്കെ ഒന്നും പറയാനില്ല, പുള്ളി അത് കിടിലും തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് BGM അതിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതിലങ്ങോട്ട് നമ്മൾ സീറ്റിൽ നിന്ന് ഇങ്ങനെ ചാടിയൊക്കെ എഴുന്നേറ്റ് നിൽക്കും. അത്രയ്ക്കും ഗംഭീരം BGM ആണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. മൊത്തത്തിൽ പടം ഗംഭീരം. എനിക്ക് കുറെ പറയണമുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞാൽ കുറെയൊക്കെ സ്പോയിലർ ആയി പോകും. പക്ഷെ ഇതുവരെ പറഞ്ഞ സ്പോയിലർ ഒന്നല്ല, ഉണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെ ഞാൻ പറയുന്നില്ല. കാരണം അത് അത്രയ്ക്കും എനിക്ക് എനിക്ക് രണ്ടാമതും ആ സിനിമ പോയി കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ പോയ തിയേറ്ററിനകത്ത് 2 തവണ ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറ ന്യൂ സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ ഉണ്ട്, പുതിയവാണ്. അപ്പോൾ അവിടെയാണ് പോയി കാണുന്നത്. സാധാരണ എൻ്റെ എല്ലാ സിനിമകളും ഞാൻ ആ തിയേറ്ററിൽ പോയിട്ടാണ് കാണുന്നത്. പക്ഷെ ആദ്യമായിട്ട് സ്പീക്കർ 2 തവണ അടിച്ചുപോയി. ഞാൻ പറഞ്ഞില്ല, കുറച്ചും കൂടെ കൂടിയ ഇനമാണ് ഈ BGM എന്ന് പറയുന്നത്. പക്ഷെ ക്വാളിറ്റി ഉള്ള BGM തന്നെ നമുക്കങ്ങനെ എന്തൊരു ഒച്ചയാ എന്ന് തോന്നിക്കുന്നില്ല. പക്ഷെ അതൊന്ന് അതിന്റെ നല്ല റേഞ്ചിലാണ് വെച്ചേക്കണേ. ആ റേഞ്ച് ആ സ്പീക്കറിന് കിട്ടിയില്ല. അത് രണ്ടും തമ്മിൽ യോജിച്ച് പോയില്ല എന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ആ സ്പീക്കർ അവിടെ അടിച്ചുപോയി. ഫാമിലിയും ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി തന്നെ ഇരുന്ന് കൊടുക്കുന്ന പൈസ വ്യർത്ഥായിരിക്കും മക്കളെ, അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ആ പടം ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കാം. ഇതാണ് എൻ്റെ റിവ്യൂ, എൻ്റെ ഒപ്പീനിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൂടുതലൊന്നും പടത്തിനെ പറ്റി, പടം നല്ലതാണ്, നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ 150, 200, 500 രൂപ മുടക്കിയാണ് പടം കണ്ടാലും നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെടും. അത് യാതൊരു ഡൗട്ടും ഇല്ല. അത് ഞാൻ വാക്ക് തരുന്നു. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എല്ലാവർക്കും ടാറ്റാ.